ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ആഡ്സെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗുഡ് ന്യൂസാണ്. നമുക്കറിയാം, ഈ ഒരു 2024 ഡിസംബർ അവസാനിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ടാക്സ് ഇൻഫർമേഷൻ, US ടാക്സ് ഇൻഫർമേഷൻ റീസബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആഡ്സെൻസിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് US ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ടാക്സ് ഇൻഫർമേഷൻ ഗൂഗിൾ ആഡ്സെൻസ് അപ്രൂവ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അപ്രൂവ്ഡ് ആകാതെ പെൻഡിങ് ഒക്കെ നിന്ന് നമുക്ക് അഡീഷണൽ ഡോക്യുമെൻ്റ് ഒക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അണ്ടർ റിവ്യൂ ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വളരെ വലിയ ടാക്സ് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് പിടിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. മുമ്പൊക്കെ വളരെ ഈസി ആയിട്ട് ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആയിരുന്നു. എന്നാൽ ഈ 2024 നമ്മൾ റീസബ്മിറ്റ് ചെയ്യുമ്പോൾ പലർക്കും അപ്രൂവ് ആകാത്ത പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനുവരിയിൽ പേയ്മെൻറ്റ് അവർ നമുക്ക് അയച്ചു തരണമല്ലോ. അപ്പോൾ വളരെ വലിയ ടാക്സ് പിടിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഇതുപോലെ ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആവാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേയ്മെൻറ്റ് ഗൂഗിൾ ആഡ്സെൻസ് ഹോൾഡ് ചെയ്ത് വെക്കാതെ ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് റിലീസ് ചെയ്തു. സാധാരണ ടാക്സ് ഇൻഫർമേഷൻ ഒന്നും അപ്രൂവ്ഡ് ആയിട്ടില്ലെങ്കിൽ അവർ പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് വെക്കലാണ് പതിവ്. പക്ഷേ ഈ ഒരു 2024 കഴിഞ്ഞ് 2025 കഴിഞ്ഞപ്പോൾ ടാക്സ് ഇൻഫർമേഷൻ അവിടെ അപ്രൂവ്ഡ് ആയിട്ടില്ലെങ്കിൽ കൂടി അക്കൗണ്ടിലേക്ക് അവർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ വളരെ വലിയൊരു ടാക്സ് എമൗണ്ട് അവർ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്രൂവ്ഡ് ആയിട്ടില്ല, അപ്പോൾ ഒരുപാട് എമൗണ്ട് ടാക്സ് പിടിച്ചു, അപ്പോൾ ഇതൊന്ന് അപ്രൂവ്ഡ് ആക്കി തരുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ US ടാക്സ് ഇൻഫർമേഷനൊക്കെ കൊടുത്തു. ഈ ഒരു ഫെബ്രുവരിയിൽ അത് അപ്രൂവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അപ്രൂവ്ഡ് ആയി ഈ ഒരു എമൗണ്ട് ഈ ഒരു ഫെബ്രുവരിയിൽ അത് നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. ഇപ്പോൾ ഈ ഒരു 21-ാം തീയതി. അപ്പോൾ അങ്ങനെ 21-ാം തീയതി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ 0 ആണല്ലോ അവിടെ ബാലൻസ് കാണിക്കേണ്ടത്. എല്ലാവരുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ ഇപ്പോൾ 0 ആയിരിക്കുമല്ലോ. പക്ഷേ ഇവർക്ക് ആ പിടിച്ച ടാക്സ് ഇപ്പോൾ വീണ്ടും അവിടെ കാണിക്കുന്നുണ്ട്. അതായത് ആഡ്സെൻസിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് മുമ്പേ പിടിച്ച ടാക്സ്. അപ്പോൾ നമ്മൾ ഗൂഗിളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെ പണം പിടിക്കും, ഇങ്ങനെ പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അവരത് US ടാക്സ് പിടിച്ചത് ഇപ്പോൾ അപ്രൂവ് ആയ ശേഷം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും, ഇപ്പം ഞാനിവിടെ ഒരു ഇത് കാണിക്കാം, അവരുടെ ട്രാൻസാക്ഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ടാക്സ് ബാക്കപ്പ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ അവരത് തിരിച്ച് തരുന്നുണ്ട് എന്നുള്ള ഗുഡ് ന്യൂസാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സബ്സ്ക്രൈബറുടെ ടാക്സ് പോയതും അതുപോലെ അവർ എമൗണ്ട് അയച്ച രീതിയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം. എന്നിട്ട് ഇതേ പ്രശ്നം നിങ്ങൾക്ക് നേരിടുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെയാണോ നിങ്ങളുടെ ട്രാൻസാക്ഷൻ എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇവിടെ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ ടാക്സ് ഇൻഫർമേഷൻ ഇപ്പോൾ അപ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ അപ്രൂവ്ഡ് ആയിരുന്നില്ല, പെൻഡിങ് ആയിരുന്നു, അണ്ടർ റിവ്യൂ ആയിരുന്നു. സോ ഇപ്പോഴാണത് അപ്രൂവ്ഡ് ആയത്. അതിന് തൊട്ട് താഴെ $41 നമുക്ക് കാണാം. ഇത് ഇവിടെ എങ്ങനെ വന്നു? അങ്ങനെ വരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ മാസത്തെ റവന്യൂ ആയിരിക്കും, അതില്ലെങ്കിൽ ഇതുവരെയുള്ള റവന്യൂ ഇവിടെ കാണിച്ചതാണെന്ന്. അങ്ങനെയല്ല, കഴിഞ്ഞ മാസത്തെ $116 ഇപ്പോൾ അവർ നമുക്ക് അയച്ചിട്ടുണ്ട്. ഈ ഒരു ഫെബ്രുവരി 21-ാം തീയതി അയച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പുറത്ത് $0 ആണ് കാണേണ്ടത്. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ കാണുക. കഴിഞ്ഞ മാസം പേയ്മെൻറ്റ് അയച്ചാൽ പിന്നെ അവിടെ 0 ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം. അപ്പോൾ ഈ $118 ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ താഴെ നമുക്ക് കാണാം $118 ആണ് ഉള്ളത്. ഈ ഒരു $118 ടാക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 21 ഫെബ്രുവരി 2025 ടാക്സ് $1.48 കുറച്ചു. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് $116 അവരയച്ചു. 21 ഫെബ്രുവരി 2025 $116 അയച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2025 ഡേറ്റ് നോട്ട് ചെയ്തോളൂ. അപ്പോൾ നോക്കൂ, ആ $116 ആണ് ഇവിടെ നമുക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് അയച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ തൊട്ടപ്പുറത്ത് 0 ആണ് വരേണ്ടത്. പക്ഷേ ഇപ്പോഴും അവിടെ $41 അവർ തന്നിട്ടുണ്ട്. അതെങ്ങനെ? $116 അവർ അയച്ചിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ 0 ആണ് അവിടെ അപ്പുറത്ത് വരിക. പക്ഷേ ഇപ്പോഴും ബാലൻസ് $41. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ
US ടാക്സ് $1.59 അവർ കുറച്ച് ബാക്കി $43 ബാക്കപ്പ് ടാക്സ് എന്ന് കാണാം. ഈ $43 ഇവിടെ $41 കാണിക്കുന്നത്. കാരണം $1 1.59 ടാക്സ് കുറച്ചിട്ട് പകരം $41 ബാലൻസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് തരേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ജനുവരിയിലേക്ക് പോകാം. ജനുവരിയിൽ നമുക്ക് വരേണ്ട എമൗണ്ട് എന്നുള്ളത് $179. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ജനുവരിയിൽ നമുക്ക് വരേണ്ട എമൗണ്ട് 179. അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാം US ബാക്കപ്പ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് വിത്ത് ഹോൾഡിംഗ് ബാക്കപ്പ് ടാക്സ്. ഈ ഒരു ടേം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. US ബാക്കപ്പ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബാക്കപ്പ് ടാക്സ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് $43 പിടിച്ചിട്ടുള്ളത്. $43 എന്ന് പറയുന്ന ഒരു സാധാരണ ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു എമൗണ്ട് ആണെന്ന് പറയാം. അപ്പോൾ അവിടെ അവർ ടാക്സ് പിടിച്ചിട്ട് പകരം $136 ആ മാസം അയച്ചിട്ടുള്ളത് നമ്മുടെ അക്കൗണ്ടിലേക്ക്. നിങ്ങൾക്ക് കാണാം 21 ജനുവരി 2025 $136. അപ്പോൾ ഈ ഒരു $43 US ബാക്കപ്പ് ടാക്സ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് $116. ഈ ഒരു ഡോളറാണ്, ഈ ഒരു $43 ഇപ്പോൾ ഇവിടെ $41 വന്നിട്ടുള്ളത്. കാരണം അതിൽ $1 $1.53 കുറച്ചിട്ട് ആ ബാലൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും ടാക്സ് ഇതുപോലെ അപ്രൂവ്ഡ് ആകാത്തത് കൊണ്ട് US ബാക്കപ്പ് ടാക്സ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ ടാക്സ് അപ്രൂവ്ഡ് ആകുന്നത് അപ്പോൾ ഇതുപോലെ ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഗൂഗിൾ ആഡ്സെൻസിൽ ഇതുപോലെ ടാക്സ് ഇൻഫർമേഷന് അപ്രൂവ്ഡ് ആകാതെ പെൻഡിങ് ആയിട്ട് വലിയൊരു എമൗണ്ട് ടാക്സ് പോയിട്ട് ഇതുപോലെ ടാക്സ് ബാക്കപ്പ് ടാക്സ് വിത്ത് ഹോൾഡിംഗ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ടാക്സ് അപ്രൂവ്ഡ് ആക്കിയെടുക്കാം. അങ്ങനെ അപ്രൂവ്ഡ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ടാക്സ് ഇതുപോലെ തിരിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അപ്രൂവ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ടാക്സ് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സബ്സ്ക്രൈബർക്ക് അവരുടെ എമൗണ്ട് ടാക്സ് എമൗണ്ട് തിരിച്ച് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ടാക്സ് ഇൻഫർമേഷൻ ഇതുവരെ അപ്രൂവ്ഡ് ആയിട്ടില്ലെങ്കിൽ എത്രയും വേഗത്തിൽ അപ്രൂവ്ഡ് ആക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് തുടങ്ങുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാകുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളത് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.